ഞാൻ ഹില പറഞ്ഞതിനോട് തന്നെയാണ് യോജിക്കുന്നത്. ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഭയങ്കര ഭംഗിയുണ്ട്, കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര ഇപ്പം നമുക്കൊരു പൊതുവേ ഉള്ളൊരിതുണ്ടല്ലോ, വെളുത്ത് തുടുത്ത് അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് സൗന്ദര്യം, ഇങ്ങനെ ഇരുന്നാൽ മാത്രമാണ് സൗന്ദര്യം എന്ന് എല്ലാവരുടെയും ഒരു തോട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര മനസ്സത്ര നല്ലതല്ല, അല്ലെങ്കിൽ എല്ലാവരോടും കുറേ കുശുമ്പ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണെങ്കിൽ ഒരിക്കലും അവർ സൗന്ദര്യമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നത്തില്ല. എനിക്ക് മനസ്സുകൊണ്ടാണ് ഞാൻ ഒരാളെ എടുക്കുക. എനിക്ക് അവരുടെ ക്യാരക്ടർ, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് അത് വെച്ചിട്ടാണ് ഞാൻ ആൾക്കാരെ അളക്കുന്നത്. അല്ലാതെ വെളുത്തിരുന്നത് കൊണ്ടും പൂച്ചക്കണ്ണുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടൊന്നുമല്ല, ഞാൻ മനസ്സുകൊണ്ടാണ് നോക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന വ്ളോഗിങ് എന്ന് പറയുന്നത് ഈ സൗന്ദര്യത്തെ ബൂസ്റ്റ് ചെയ്യാനുള്ള കുറേ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് പ്രസൻറ്റബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പം ഇവർ പറയുന്നതായിട്ട് കോൺട്രഡിക്ഷൻ ആയിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യുന്നത്. എന്താണ് ശരിക്കും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ? അവർ പറയുന്നതും ഒരു രീതിയിൽ സൗന്ദര്യം തന്നെയാണ്. നമ്മൾ ഒരു രീതിയിൽ, അപ്പം മറ്റൊരു രീതിയുണ്ട്. അങ്ങനെയല്ല, സൗന്ദര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കോൺഫിഡൻസ്, നമുക്ക് നമ്മളെ കാണുമ്പോൾ എങ്ങനെയാണോ ഇഷ്ടം തോന്നുന്നത് അതാണ് സൗന്ദര്യം എന്നാണ് ഞാൻ വിചാരിക്കണത്. ഉണ്ണിമായയുടെ വ്ളോഗിൽ കംപ്ലീറ്റ് അണിഞ്ഞൊരുങ്ങലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടിപ്സ് എന്നൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ പറയുന്ന പുറം കാഴ്ചകളല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്, പറയാതെ ഇല്ലേ, അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺട്രഡിക്ടറി അല്ലേ? ഞങ്ങളത്തെ മീഡിയ ആക്കാനുള്ള പരിപാടിയാണല്ലേ. ആരും ഇടികൂടണ്ട. ഈ അശ്ലീലരുടെ അടുത്തൊന്നും ഇടികൂടാൻ പറ്റില്ല. പിന്നെ അറിയാലോ, ഇങ്ങനെ വെളുത്തിരിക്കാം അങ്ങനൊന്നുമല്ല. ഇപ്പം നമുക്ക് പലർക്കും സ്കിന്നിൽ പല പ്രശ്നങ്ങൾ കാണും, ചിലർക്ക് കുരുവാണ്, ചിലർക്ക് പല പ്രശ്നങ്ങളാണ്. അതെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. അത് മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ചേച്ചിയുടെ വീഡിയോസിലായാലും നമ്മുടെ കോൺഫിഡൻസിനെ ഇൻക്രീസ് ചെയ്യാൻ അതാണ് ചെയ്യുന്നത്. അശ്വതി, നമ്മുടെ ഇത് കോൺട്രഡിക്ടറി ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ ഭംഗി വെക്കുക എന്നുള്ളതല്ല നമ്മൾ പറയണം. ഞാനിപ്പോൾ ഏകദേശം 8 years ആയി സോഷ്യൽ മീഡിയയിൽ. ഇതിലെ മൂത്ത ആളാണ്. ഞാനൊക്കെ വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. അശ്വതി ശരിക്കും 8 വർഷമായെന്ന് പറയുമ്പോൾ അതായത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ്. നമുക്ക് ഒരുപാട് മുന്നേ നടന്ന ആളാണ്. അപ്പോൾ അന്ന് ഞാൻ മെയിനായിട്ട് മേക്കപ്പ് ചെയ്ത് തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട് എനിക്ക് മേക്കപ്പ് ചേരില്ല. കാരണം ഞാൻ ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിലായതുകൊണ്ട് ഇന്ന ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ചേരില്ല, നമുക്ക് മേക്കപ്പ് ചെയ്താലേ പൊതുവേ ചേരില്ല എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പും സ്കിൻ കെയറൊക്കെ ചെയ്യണത് നമുക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ്. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സന്തോഷം തോന്നണം, അതിനുശേഷം നമുക്ക് മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഞാൻ ഇതിൽ ഫീൽഡിൽ വന്നിട്ട് കുറച്ച് പേർക്കെങ്കിലും ഡസ്കി ഡീപ്പർ സ്കിൻ ടോണുള്ളവർക്ക് ഒരുങ്ങി നടക്കുന്നത് നമുക്കും പറ്റും. അതുപോലെ തന്നെ അത് നമ്മുടെ സന്തോഷത്തിനാണ്, സമൂഹത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അല്ല എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.